നമ്മളങ്ങനെ ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന പലചരക്ക് സാധനങ്ങളെല്ലാം ഒരു കടയിൽ ചെന്ന് അതെല്ലാം പിറക്കി ഒരു കിറ്റ് പോലെ അത് റെഡിയാക്കി നമ്മളതെല്ലാം ഒരു ഓട്ടോയിൽ കയറ്റി കുറച്ച് പാവപ്പെട്ട വീടുകളിൽ ഈ റംസാൻ എന്ന പുണ്യമാസത്തിലെ നോമ്പ് തുറക്കുവാൻ പോലും നിവൃത്തിയില്ലാതെ ചില വീടുകൾ, അപ്പോൾ അങ്ങനെ കഴിയുന്ന വീടുകളിൽ നൽകുവാനായിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുന്നതാരും മറന്നു പോകരുത്. തൊട്ടുപുറത്ത് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ വലിയൊരു കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുന്ന കാര്യം മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയുടെ പൂർണ്ണരൂപത്തിലേക്ക് കിടക്കാം. ഒട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങളിത് കാണുക. താങ്ക് യു. ശരിക്കും പറഞ്ഞാൽ റംസാൻ മാസം എന്നാൽ പുണ്യമാസം. പുണ്യം ചെയ്യുക, നന്മ ചെയ്യുക, ഇതൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളാലാകുന്ന ചെറിയ ചെറിയ സഹായം നിവൃത്തിയില്ലാതെ കഴിയുന്ന ആൾക്കാർക്ക് നൽകണമെന്ന ആഗ്രഹം കൊണ്ട് ഒരു കടയിൽ ചെന്ന് കുറച്ച് പലചരക്ക് സാധനങ്ങളൊക്കെ അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, അരി, പയറ്, പരിപ്പ്, എണ്ണ, കടുക്, അങ്ങനെ കുറച്ചേറെ സാധനങ്ങൾ നമ്മൾ പിറക്കിയെടുത്ത് അതെല്ലാം ഒരു കുറേ കിറ്റുകളിലാക്കി അങ്ങനെ ഒരു ഓട്ടോയിൽ കയറ്റി നമ്മൾ കൊണ്ടുപോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കരുതും എനിക്ക് ഇത്രമാത്രം സഹായം ചെയ്യാനായിട്ട് കാശുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ കാണുന്ന, അതായത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന നിരവധി യൂട്യൂബേഴ്സ് തങ്ങളുടെ യൂട്യൂബ് വരുമാനം കൊണ്ട് ഇങ്ങനെ ഒത്തിരി പുണ്യ പ്രവർത്തികൾ, സഹായങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോ നമ്മൾ കാണാറുണ്ട്. അപ്പോഴൊക്കെ ഞാനും ഓർക്കും എനിക്കും ഇങ്ങനെയൊക്കെ ഒരു സഹായകർമ്മങ്ങൾ ചെയ്താൽ കൊള്ളാമല്ലോ എന്ന് ഓർക്കും. എന്നാൽ എനിക്ക് അതിന് മാത്രം യൂട്യൂബിൽ നിന്നും വരുമാനമൊന്നും ലഭിക്കുന്നില്ല. എന്നാൽ അതിന് പ്രത്യേകിച്ച് കാരണം മറ്റൊന്നുമില്ല. നമ്മളധികം വീഡിയോകളൊന്നും അങ്ങനെ ഇടാറില്ല. കുറച്ച് വീഡിയോകൾ ഇടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള യൂട്യൂബ് ഇൻകമേ ഉള്ളൂ. എന്തെങ്കിലും നമുക്ക് ചെയ്യാനുള്ള ആഗ്രഹം മനസ്സിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നേരെ ഒരു കടയിലേക്ക് അങ്ങ് കയറി ചെല്ലുകയാണ്. തിരുവല്ലയ്ക്ക് അടുത്ത് പായിപ്പാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. പായിപ്പാടിന് ജംഗ്ഷനിൽ തന്നെ ഈയിടെ പുതിയതായിട്ട് തുടങ്ങിയ ഒരു സൂപ്പർ മാർക്കറ്റുണ്ട്. അതായത് വൻകിട കോർപ്പറേറ്റുകൾക്ക് സമം പിടിക്കാത്തക്കവണ്ണം അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റാണ്. ചോയ്സ് സൂപ്പർ മാർക്കറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നേരെ ആ കടയിലേക്ക് കയറി ചെന്നു. ഗുഡ് മോർണിംഗ്. നമുക്ക് വീടുകളിൽ കൊടുക്കാൻ വേണ്ടി കുറച്ച് കിറ്റായിട്ട് നിങ്ങൾ ചെയ്യാറുണ്ടോ? എങ്ങനെ കുറച്ച് കിറ്റ് നമുക്ക് വേണമായിരുന്നു, നമുക്ക് വീടുകളിൽ കൊടുക്കാൻ. അപ്പോൾ എങ്ങനെ അത് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ സാറുണ്ടോ? ഒന്ന് വിളിക്കുമോ? ഓക്കെ. സാറേ, നമുക്ക് കുറച്ച് കിറ്റായിട്ട് അതിനകത്ത് എല്ലാ ഐറ്റംസും വരണം. ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അടങ്ങിയ നമുക്ക് ചെയ്യാമല്ലോ, അതല്ലേ? റംസാൻ്റെ ഒരു കാര്യമായിട്ട് നമുക്ക് വീടുകളിൽ കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനകത്ത് ഒരു സെറ്റപ്പ് ചെയ്യാമെങ്കിൽ നന്നായിരിക്കും. അത് ഒരു വീട്ടിലേക്ക് വേണം, അറിയാമല്ലോ. ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന എന്തെല്ലാം ഐറ്റംസ് ഇടാമോ അത്രയും സാധനങ്ങളും ചേർത്ത് അരി വരും, അതിനകത്ത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ. നമ്മുടെ ഈ പച്ചക്കറി ഉണ്ടോ? പച്ചക്കറി കുഴപ്പമില്ല, പച്ചക്കറി നമുക്ക് എല്ലാം ചെയ്യാം. ബാക്കി എല്ലാ ഐറ്റംസ് ഉണ്ട്, പലചരക്ക് സാധനങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ. ഗ്രൂപ്പിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് ഞങ്ങളിപ്പം ഞങ്ങളുടെ തിരുവല്ല ചോയ്സ് ഗ്രൂപ്പിന്റെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ് ആമുഖത്തെ എല്ലാ മാസവും ഞങ്ങൾ ഒരു അഗതി മന്ദിരത്തിന് ഞങ്ങൾ കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ വ്യക്തികൾക്കും ഞങ്ങളിങ്ങനെ സഹായിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഇത് ഞങ്ങളുടെ ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പായിപ്പാട് നമ്മളിത് പുതിയ ഷോപ്പ് തുടങ്ങിയിരിക്കുകയാണ്. നോമ്പ് കാലത്ത് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിൽ അതിയായ സന്തോഷം മാത്രമേ ഉള്ളൂ. 10-15 കിറ്റ് ഇപ്പോൾ പാനയെ പായ്ക്ക് തന്നെ. അത് തന്നെയല്ല, ഇപ്പം ഞങ്ങളുടെ മുസ്ലിം സഹോദരങ്ങൾ പ്രത്യേകിച്ച് ഇവിടെ നോയമ്പ് ആചരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അവരോട് ചേർന്ന് അത് പങ്കുചേരുക എന്ന് പറയുന്ന ഒരു വലിയൊരു അനുഗ്രഹമാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കിത് സന്തോഷമുണ്ട്. കാരണം അവരോടൊപ്പം അവരുടെ നോയമ്പിൽ ഞങ്ങളും ഈ കിറ്റ് കൊടുത്ത് അവരോടൊപ്പം പങ്കുചേരുന്ന ഈ സന്തോഷമാണ്. അത് തീർച്ചയായിട്ടും അവർക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളിത് കണ്ടില്ലേ, അവരോട് ഈ ഒരു കാര്യം അവിടെ ചെന്ന് കടയിലേക്ക് ചെന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ മാനേജേഴ്സാണ് മിസ്റ്റർ എബി വാരിക്കാട് ആൻഡ് മിസ്റ്റർ വിനോദ്. ഇവർ രണ്ടുപേരും ഇത് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ നമ്മുടെ ഒരാഗ്രഹം, നമ്മുടെ ആവശ്യം സ്വീകരിക്കുകയും അത് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ അവിടുത്തെ സ്റ്റാഫിന് കൊടുക്കുകയും നമുക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ഈ രീതിയിൽ അവർ പറഞ്ഞു കിറ്റ് അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും അവർ തന്നെ ചെയ്തത്
നിങ്ങൾ തന്നെ കണ്ടല്ലോ, ഇതാണ് ഈ ഒരു ഒരുമ, ഇവരുടെ വിജയം. ചോയ്സ് സൂപ്പർ മാർക്കറ്റാണ് ഈ ഒരു കിറ്റ് നമുക്ക് വേണ്ടി ഒരുക്കി തരുന്നത്. എനിക്ക് അദ്ദേഹം ഇതിൻ്റെ ഓണർ പറഞ്ഞ ഒരു വലിയ കാര്യമാണ്. കാരണം ഇവരെ എല്ലാ മാസവും, ഇവർക്ക് തിരുവല്ലയിൽ ഒരു ചോയ്സ് എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റുണ്ട്. അവിടെ എല്ലാ മാസവും ഇവരൊരു ആതുര സേവനം, അതായത് ഒരു ശരണാലയത്തിൽ ഇവർ ഇതുപോലെ കിറ്റ് നൽകുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. എന്നിരുന്നാലും ഇവരുടെ ഒരു നല്ല പ്രവർത്തനങ്ങൾ, ഇവർക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം ഇവരിങ്ങനെയുള്ള പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് ഉപകരിക്കുന്നു എന്ന് ഓർത്ത് വളരെ സന്തോഷമുണ്ട്. നല്ല കാര്യം. അവർ സന്തോഷത്തോടെയാണ് ഇതിനെ നമ്മളെ സ്വീകരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല ഇവരുടെ കടയിൽ തന്നെ വിൽക്കുന്ന എല്ലാ സാധനങ്ങളും ബ്രാൻഡഡ് സാധനങ്ങൾ തന്നെയാണ് നമുക്ക് കിറ്റ് പോലെ തന്നെ നൽകുന്നത്. അല്ല കിറ്റിന് വേണ്ടി വേറൊരു സാധനം എടുത്ത് തരുന്നതല്ല. അവിടെ വിൽക്കുവാൻ വെച്ചിരിക്കുന്ന സാധനത്തിൽ തന്നെ അവർക്ക് നിർദ്ദേശം നൽകി അവിടുത്തെ സ്റ്റാഫ് എല്ലാ കാര്യങ്ങളും എടുക്കുകയാണ്. അപ്പോൾ ഇപ്രകാരം നല്ലൊരു കിറ്റ് തന്നെയാണ് നമുക്ക് കൊടുക്കുവാനായിട്ട് ഇന്നത്തെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരം പുണ്യപ്രവർത്തനങ്ങൾക്ക് ഈ ഒരു ചോയ്സ് സൂപ്പർ മാർക്കറ്റ് മുന്നിട്ടിറങ്ങിയപ്പോൾ അതിൻ്റെ ഓണേഴ്സിൻ്റെ ചില കാര്യങ്ങൾ കേൾക്കുവാൻ ഇടയായി. ഈ ഒരു പുണ്യമാസത്തിലെ നോയമ്പ് നിസ്കാര സമയക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടുള്ള ഒരു കാർഡ് അവർ പ്രിൻ്റ് ചെയ്യുകയും അത് സൗജന്യമായി വിതരണം ചെയ്യുന്നു എന്ന് അറിയുവാനായിട്ട് ഇടയായി. വായ്പാടുള്ള മുസ്ലിം സഹോദരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമസ്കാര സമയങ്ങൾ അടങ്ങിയ ഒരു കാർഡ് ഞങ്ങളിപ്പോൾ അടിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഈ നോയമ്പ് കാലത്ത് ഇവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവർക്കുള്ള ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ അവിടെ അടുത്തുള്ള പായിപ്പാട് പള്ളിയിലെ ഉസ്താദ്, അതുപോലെ തന്നെ പള്ളിയുടെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, പഞ്ചായത്ത് പ്രസിഡന്റ്, ഇവരെയൊക്കെ ഞാൻ ഇൻഫോം ചെയ്യുകയും ഇവരെ എല്ലാവരെയും കൂട്ടി വരുത്തി ഇതൊരു ചെറിയൊരു ഇനോഗ്രേഷൻ എന്നുള്ള രീതിയിൽ ഇവർക്കുള്ള ഈ ചോയ്സ് ഗ്രൂപ്പിനുള്ള ഒരു പ്രോത്സാഹനമായിട്ട് നമ്മളത് ക്രമീകരണം ചെയ്യുകയും ചെയ്തു. നമസ്കാരം. ചോയ്സ് മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റ് പായിപ്പാട് ആരംഭിച്ചിരിക്കുകയാണ്. പായിപ്പാട് വന്നപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ കട തുടങ്ങി പിറ്റേ മാസം തന്നെ നോമ്പ് ആരംഭിക്കുകയുണ്ടായി. അപ്പോൾ ഈ പുണ്യമാസത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കർമ്മം ചെയ്യാൻ സാധിച്ചതിന് ജഗദീശൻ ഞങ്ങൾക്ക് ഒരു അവസരം തന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഞങ്ങൾ ഇന്നിപ്പം ഏറെ ബഹുമാനപ്പെട്ട ഏറെ ആരാധ്യനായ ഉസ്താദിന്റെ മുൻപിൽ വെച്ചുകൊണ്ട് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം തുടർന്നും ഞങ്ങൾ എല്ലാ മാസവും എല്ലാ വർഷവും ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം പായിപ്പാടുള്ള ജനങ്ങളാണ് ഞങ്ങളുടെ ബിസിനസ് ഞങ്ങൾക്ക് തരുന്നത്. അതിന്റെ ഒരു ഭാഗം അതിൽ അർഹതപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കുന്നതിൽ ഞങ്ങളുടെ മാനേജ്മെന്റിന്റെ അതിയായ സന്തോഷമേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഈ ഉസ്താദിനെ, ഇതുപോലുള്ള ലോകപ്രശസ്തനായ ഉസ്താദിനെ ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയത് അതിയായ സന്തോഷം എന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഈ പള്ളി കമ്മിറ്റിക്കും ഇതിനെ ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും, ഈ പള്ളി ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അതുപോലെ ഞങ്ങളുടെ വാർഡ് മെമ്പർ മുബാഷ്, എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് തന്നതിന് അതിയായ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. ഇത് ഈ നോമ്പ് മാസത്തെ നമസ്കാര സമയങ്ങൾ അടങ്ങിയ ഒരു കാർഡാണ്. ഈ കാർഡിന്റെ ഉദ്ഘാടനം ഞാൻ ഉസ്താദിന് കൊടുത്തുകൊണ്ട് നിർവഹിക്കുന്നു. ദൈവം നൽകുന്നതായിട്ടുള്ള അതിൻ്റെ ഒരു പങ്ക് നമ്മൾ അത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കണം എന്നുള്ള ആഗ്രഹിക്കുന്നവരാണ്. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും ലാഭം കിട്ടുന്നത് അത് മറ്റുള്ളവർക്ക് കൂടെ പങ്കുവയ്ക്കുക എന്നുള്ള ഒരു പോളിസിയാണ് ഞങ്ങൾക്കൂടെ ഉള്ളത്. അപ്പം തീർച്ചയായിട്ടും ആ മുസ്ലിം സഹോദരനോടൊപ്പം ഇതിൽ പങ്കുചേരുന്ന ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുന്നു. എല്ലാ ഭാവുകങ്ങളും എല്ലാ ആശംസകളും റമദാൻ ആശംസകൾ ഞങ്ങളുടെ ചോയ്സ് ഗ്രൂപ്പിന്റെ നാമത്തിൽ രേഖപ്പെടുത്തി. പായിപ്പാട് ഞങ്ങളുടെ ഈ പദ്ധതിയുടെ ആദ്യത്തെ കിറ്റ് പ്രിയപ്പെട്ട ഞങ്ങളുടെ മാനേജ്മെന്റ് ഡയറക്ടർ എബിച്ചാൻ ഉസ്താദിന് നൽകിക്കൊണ്ടിരുന്നു. കമ്മിറ്റി പ്രസിഡന്റ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ റമദാൻ മാസമാണ്. റമദാൻ മാസത്തിൽ എല്ലാവരും പ്രഭാതം മുതൽ പ്രദോഷം വരെ നോമ്പെടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുവാനുള്ള വലിയ പരിശ്രമങ്ങളാണ് ഈ കൊടും ചൂട് സമയത്തും മുസ്ലിം സഹോദരങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റമദാനിൻ്റെ ഒന്നാമത്തെ 10 ദിവസം തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അനുഗ്രഹം, ദൈവത്തിൻ്റെ കരുണ നേടിയെടുക്കാനുള്ള ദിനരാത്രങ്ങളിലാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഈ സാഹചര്യത്തിൽ ഏതെല്ലാം നന്മകൾ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യം നേടിയെടുക്കാൻ കഴിയുമോ അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളുമാണ് നടത്തേണ്ടത്. ആ സാഹചര്യത്തിലാണ്
ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു പുണ്യപ്രവൃത്തിയാണ് പാവപ്പെട്ടവരെ സഹായിക്കുക, കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുക. ഇർഹമു മൻഫിൽ അർളി ഇർഹമുക്കും മൻഫിസ് സമാ. നമ്മുടെ പരിശുദ്ധമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇപ്പോൾ ബൈബിളിലൊരു വാചകമുണ്ട്, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കും, ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അപ്പോൾ ആ ആകാശത്തിലുള്ള ദൈവത്തിൻ്റെ കരുണ കിട്ടാനുള്ള ഏറ്റവും വലിയ പ്രവർത്തനം ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ പ്രയാസപ്പെടുന്ന പാപങ്ങൾക്ക് ഒരു താങ്ങും തണലുമാവുക എന്നുള്ളത്. അപ്പോൾ അൽഹംദുലില്ലാഹ് വളരെ സന്തോഷത്തിൽ ആ ദൈവത്തിൻ്റെ കരുണ നേടിയെടുക്കാൻ കഴിയുന്ന ആ ഏറ്റവും നല്ല ഒരു നന്മ, ദൈവത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാൻ. ഇന്ന് നോമ്പ് മുറിക്കുന്ന സമയം ഏത് ഭക്ഷണം കഴിക്കണമെന്നറിയാതെ ചില വീടുകൾ വല്ലാതെ ഇങ്ങനെ തിരയും, ഒരുപാട് ഭക്ഷണങ്ങൾ. എന്നാൽ പല വീടുകളിൽ നോമ്പ് മുറിക്കുന്ന സമയം കഞ്ഞിയും വെള്ളവുമായിരിക്കുന്ന പ്രയാസപ്പെടുന്നവരുണ്ട്. ആ പ്രയാസപ്പെടുന്നവർക്കൊരു താങ്ങാകാനാണ് അൽഹംദുലില്ലാഹ് ചോയ്സ് സൂപ്പർ മാർക്കറ്റും അതിൻ്റെ മാനേജ്മെൻറ്റും ഇതുപോലെയുള്ളൊരു സൽപ്രവർത്തനങ്ങൾ, ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാ മാസവും വൃദ്ധസദനങ്ങളിലും മറ്റുള്ള ഓരോ പാവപ്പെട്ടവർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഈ പായിപ്പാട് ഒരു പുതിയ സൂപ്പർ മാർക്കറ്റിന് തുടക്കം കുറിച്ചു. അതിൽ നിന്ന് കിട്ടിയ ലാഭവിഹിതത്തിൽ 1 മാസമേ ആയുള്ളൂ. അതിലെ ഫസ്റ്റ് ഫണ്ട് തന്നെ ഈ നല്ല പ്രവർത്തനത്തിന് വേണ്ടി ഈ പുണ്യമായ മാസത്തിൽ ഇവർ ചെയ്യാൻ തീരുമാനിക്കുകയും അൽഹംദുലില്ലാഹ് അത് കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്ക് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ചെയ്യുന്ന ഈ സൽക്കർമ്മങ്ങളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ മരിക്കുന്ന സമയം കണ്ടുകൊണ്ട് മരിക്കുവാനും നമ്മൾ മരണപ്പെട്ടതിന് ശേഷവും നമ്മളെക്കുറിച്ച് സമൂഹം, ജനങ്ങൾ നല്ലത് പറയുന്നൊരവസ്ഥ അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നല്ല പ്രവർത്തനം ചെയ്യാൻ കാരണക്കാരായ, തയ്യാറായ ചോയ്സ് സൂപ്പർ മാർക്കറ്റിൻ്റെ മാനേജ്മെൻറ്റിനോട് ഒരുപായിരം നന്ദികളും അതുപോലെ തന്നെ ആശംസകളും, അവർക്കെല്ലാവർക്കും നല്ല ആയുസ്സും ആരോഗ്യവും അവർക്കും അവരുടെ തലമുറകൾക്കും അള്ളാഹു നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പായിപ്പാട് സെൻട്രലിൽ തന്നെ പുതിയൊരു സൂപ്പർ മാർക്കറ്റ്, ചോയ്സ് സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പുതിയൊരു സംരംഭം തുടങ്ങുകയും ഏതാണ്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് നമ്മുടെ റംസാൻ മാസത്തിലെ വ്രതമനുഷ്ഠിച്ച് ഇരിക്കുന്നവർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു കൈത്താങ്ങായിക്കൊണ്ട് ഈ സൂപ്പർ മാർക്കറ്റിലെ, ചോയ്സ് സൂപ്പർ മാർക്കറ്റിലെ മാനേജ്മെൻറ്റ് അതോടൊപ്പം സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ മാസവും കാരുണ്യ പ്രവർത്തനങ്ങൾ അവർ ചെയ്യും എന്നുള്ള ഒരു സന്ദേശം ബഹുമാനപ്പെട്ട അതിൻ്റെ MD കൂടിയായ എബി വാരിക്കാട് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏതാണ്ട് 50 വർഷമായിട്ട് അദ്ദേഹത്തെ അറിയാം. എൻ്റെ അയൽവക്കം കൂടിയാണ്. സാമൂഹിക, രാഷ്ട്രീയ, സാമുദായിക രംഗങ്ങൾ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. വളരെ കാലം കുവൈറ്റിലായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ എല്ലാവർക്കും ഈ പുതിയ റംസാനിൻ്റെ മാസത്തിൽ ആദ്യത്തെ ഉസ്താദ് സൂചിപ്പിച്ച പോലെ 10 കാരുണ്യത്തിൻ്റെ 10, ആ 10 ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കാൻ കഴിഞ്ഞതിൽ വളരെ പായിപ്പാട് മുസ്ലിം പുത്തൻപള്ളിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ വളരെ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ. വളരെ ഒരു അർത്ഥവത്തായ ഒരു ദിനം കൂടിയാണ് ഇന്ന്. ചോയ്സ് ഗ്രൂപ്പ് ഇന്ന് മധ്യ തിരുവിതാംകൂറിൽ വളരെ വ്യവസായ രംഗത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹത് പ്രസ്ഥാനം കൂടിയാണ്. ഈ പ്രധാനപ്പെട്ട റമദാൻ മാസത്തിൽ, പുണ്യമായ റമദാൻ മാസത്തിൽ സാധുക്കളെ, നിരാലംബരങ്ങളെ സഹായിക്കുവാൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്ന ഇവരെ ആദ്യം തന്നെ അഭിനന്ദിക്കുക. നാളെയും ഇതുപോലുള്ള സൽക്കർമ്മങ്ങൾ നിർവഹിക്കുവാൻ അവർക്ക് ജഗദീശ്വരൻ എല്ലാവിധമായ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്നും ഈ പരിപാടിക്ക് എല്ലാവിധമായ ആശംസയും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. ഞങ്ങളുടെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ലാഭത്തിൻ്റെ ഒരു വിഹിതം എന്ന വണ്ണം ഞങ്ങൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് കൊടുക്കുവാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചത്. നമ്മൾ ഈ നോയമ്പ് കാലത്തെ ഈ ആരംഭിച്ചിരിക്കുന്ന ചാരിറ്റി പ്രവർത്തനം തുടർന്നും ഈസ്റ്റർ, വിഷു ഇങ്ങനെയുള്ള എല്ലാ മതാനുഷ്ഠാന ആചാരങ്ങൾക്കും നമ്മൾ അതിന് പിന്തുണ നൽകിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഈ പറയുന്ന ചാരിറ്റി പ്രവർത്തനം എല്ലാം തന്നെ നമ്മൾ മുന്നോട്ട് നയിക്കുന്നതായിരിക്കും. എല്ലാവർക്കും, ഞങ്ങളെ വരവേറ്റ എല്ലാ നാട്ടുകാർക്കും ഞങ്ങളുടെ എല്ലാവിധ സ്നേഹവും സന്തോഷവും നിങ്ങളോട് ഞങ്ങൾ പങ്കിടുന്നു. ഈ റംസാൻ നാളുകളിൽ നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവർ, നിങ്ങളുടെ പരിസരത്തുള്ള നിർധനരായ കുടുംബങ്ങൾക്ക് നിങ്ങൾ തന്നെ തുനിഞ്ഞിറങ്ങി
സഹായഹസ്തങ്ങൾ നീട്ടാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള സഹായഹസ്തങ്ങൾ നീട്ടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതായിരിക്കും. എന്നാൽ ഇപ്രകാരം ഒരു നിർധരായ കുടുംബങ്ങളെ സഹായിക്കാനുള്ള ഫുഡ് കിറ്റ് നമുക്ക് സ്പോൺസർ ചെയ്ത് നമ്മളെ സഹായിച്ച പായിപ്പാട്ട്, തിരുവല്ലയ്ക്ക് അടുത്ത് പായിപ്പാട്ട് സ്ഥിതി ചെയ്യുന്ന ചോയ്സ് സൂപ്പർ മാർക്കറ്റിലെ മാനേജ്മെൻറ്റ്, സ്റ്റാഫ്, മറ്റ് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ വിത്ത് M4 Travel. സൈനിങ് ഔട്ട്. ബൈ ബൈ. സീ യു.